കൂട്ടുകാരെ, ഒരു കുട്ടി കഥ കേട്ടാലോ? കഥയുടെ പേര് ആഴമുള്ള ക്ഷമ. ശിഷ്യരുടെ ഇടയിൽ ബഹളം കേട്ട ഗുരു ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കാര്യമന്വേഷിച്ചു. കൂടെയുള്ള ഒരാളെ ചൂണ്ടിക്കാട്ടി അവരെല്ലാം ആക്രോശിച്ചു. ഇവൻ പിന്നെയും മോഷ്ടിച്ചു. ഗുരു പറഞ്ഞു, ക്ഷമിക്കേ. എല്ലാവരും ഒറ്റക്കെട്ടായി ഗുരുവിനെ എതിർത്തു. പലതവണ ഞങ്ങൾ ക്ഷമിച്ചതാണ്. ഇവൻ ഈ ആശ്രമത്തിന് തന്നെ നാണക്കേടാണ്. ഇനിയും അങ്ങ് ഇവനെ താമസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളെല്ലാം വിട്ടുപോകും. ഗുരു പറഞ്ഞു, എന്ത് വന്നാലും ഇവനെ പറഞ്ഞുവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് പോകാം. ആ ശിഷ്യൻ ഗുരുവിന്റെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു. കുഞ്ഞുങ്ങളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ശിക്ഷിക്കപ്പെടുന്നവരെല്ലാം നന്നാകുമായിരുന്നെങ്കിൽ ശിക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം എന്നേ കുറയുമായിരുന്നു. പലതവണ ശിക്ഷിക്കപ്പെടുന്നവരും ഇല്ലാതാകുമായിരുന്നു. എത്ര തവണ ക്ഷമിച്ചു എന്നതല്ല, എത്ര ആഴത്തിൽ ക്ഷമിച്ചു എന്നതാണ് പ്രധാനം. 1-2 തവണ പൊറുക്കാൻ ആർക്കും കഴിയും. 10-20 തവണ ക്ഷമിക്കാൻ ആർക്ക് കഴിയും? പുറത്താക്കാൻ എളുപ്പമാണ്, ചേർത്ത് പിടിക്കാനാണ് വിഷമം. തെറ്റ് ചെയ്യുന്നവരെ ക്ഷമിക്കാനും ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയട്ടെ. താങ്ക് യു.